എല്ലാ സ്ത്രീകളെയും ഒരുപോലെ കാണുന്ന ചില എന്താണ് ചാവാലി പട്ടികൾ തന്നെ പറയല്ലേ, അവർ സംസാരിക്കുന്ന രീതി അങ്ങനെ തന്നെ എനിക്ക് പറയാം. ഇത് ഇൻ്റർവ്യൂ ആണ് എങ്കിൽ പോലും പറഞ്ഞുകൂടാത്ത വാക്കാണ്, പക്ഷെ പറയുകയാണ്. ആ കമന്റ് ഒന്ന് കാണിക്കാവോ? ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് രണ്ടും കൂടെ കുടിയും കഴിഞ്ഞ് കളിയും കഴിഞ്ഞ് പോയിട്ടുണ്ടാവും എന്നൊക്കെ കമന്റിലുണ്ടായിരുന്നു. ഈ പർദ്ദ ഇട്ടിട്ട് നിൽക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഇവരെ വലിയ ഇതായിട്ട് വെക്കുന്നതെങ്കിൽ പർദ്ദ ഇട്ടിട്ട് ഒളിച്ച് കള്ളത്തരം ചെയ്യുന്ന എത്ര പേരുണ്ട്? എടാ, നമുക്ക് രണ്ടുപേരും കൂടെ ഈ പറഞ്ഞ ഡേറ്റിങ്ങിന് പോവാം. അതൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല ആണോ? നമ്മുടെ ഡയറക്ടർ വിനയൻ സാറിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടായിരുന്നു. ഫേസ്ബുക്കിൽ കണ്ട ഒരു സാധനമാണ്. കാസ്റ്റിംഗ് കൗച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പടത്തിന് വേണ്ടി വിളിക്കുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ബെഡ് ഷെയറിംഗ് നമ്മളോട് പറയുന്ന കാസ്റ്റിംഗ് കൗച്ചൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഈ അഡ്ജസ്റ്റ്മെന്റിനെ ഇപ്പൊ പറയണതാണ് കാസ്റ്റിംഗ് കൗച്ച്. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഇരിക്കുന്ന ആളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. കാര്യം ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനും വൈറലായി, പുള്ളിക്കാരിയും വൈറലായിരുന്നു. പക്ഷേ വൈറലായതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എന്താണ് കുറേ നെഗറ്റീവ് കമൻറ്റ്സ്. ആ കമൻസിനകത്ത് കുറേ കോഴി കമൻസും അതുപോലെ തന്നെ സെക്സി കമൻസൊക്കെ വന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഇപ്പം വീണ്ടും എന്നോടൊപ്പം ആർഷ കൂടെ കൂടിയിരിക്കുന്നത്. ആർഷ, നമസ്കാരം. വിഷമമുണ്ടോ ആ കമൻറ്റ് വന്നതിനകത്ത്? ഇല്ല, വിഷമമൊന്നുമില്ല. കുറച്ച് ഉറക്കെ സംസാരിക്കുമോ? കുറച്ച് ഉറക്കെ. ഓക്കെ, വിഷമമൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ അതിൽ ഞാൻ ഒരു സംഭവം നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞിട്ടോ ഒന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചു. പക്ഷെ അതിനും നെഗറ്റീവ് കണ്ടെത്താൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ആർഷ ഇവിടെ വന്നപ്പോൾ എനിക്ക് 3-4 കമൻറ്റ്സ് അതിനകത്ത് കാണിച്ചു. അതിനകത്ത് ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉള്ളൊരു കമൻറ്റാണ്. കാര്യം എല്ലാ സ്ത്രീകളെയും ഒരുപോലെ കാണുന്ന ചില എന്താണ് ചാവാലി പട്ടികൾ തന്നെ പറയല്ലേ, അവർ സംസാരിക്കുന്ന രീതി അങ്ങനെ തന്നെ എനിക്ക് പറയാം. ഇത് ഇൻ്റർവ്യൂ ആണ് എങ്കിൽ പോലും പറഞ്ഞുകൂടാത്ത വാക്കാണ്, പക്ഷെ പറയുകയാണ്. ആ കമന്റ് ഒന്ന് കാണിക്കാവോ? എടുത്തു വെച്ചിട്ടുണ്ടെന്നോ? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ലേ? ആ കമന്റ്സിനകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിരിക്കുന്ന ആർഷയ്ക്കാണ്. എനിക്ക് വന്നിട്ടുണ്ട്. എനിക്കല്ല, ഞാനത് നോക്കുന്നില്ല. കാര്യം ഇത് അത് കഴിഞ്ഞിട്ട് എന്താ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് രണ്ടും കൂടെ കുടിയും കഴിഞ്ഞ് കളിയും കഴിഞ്ഞ് പോയിട്ടുണ്ടാവും എന്നൊക്കെ കമന്റിലുണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2020 നന്നായിട്ട് കളിക്കും. അത് തന്നെ. പക്ഷെ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടായിരുന്നു വന്ന. ആ ഇന്റർവ്യൂ ഒന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഹസ്ബൻഡ് ഇരിപ്പുണ്ട്, ഫ്രണ്ട്സുകൾ ഇരിപ്പുണ്ട്. അവരുടെ ഫാമിലിയോടെയാണ് ആ ഇന്റർവ്യൂവിന് അവർ വന്നത്. ഞാൻ അതിന് ആ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് അല്ലേ? ആ കമന്റ് നോക്കട്ടെ, ഒന്ന് വായിച്ചു നോക്കട്ടെ ചേട്ടത്തെ. ഇത് ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടായാൽ ഇവർക്ക് ഇങ്ങനെ ആണല്ലോ. ഇതാ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്താ ആത്മാവോ എന്തൊക്കെയോ സംതിങ് അവൻ ഇട്ടിരിക്കുന്നത് അവന്റെ സ്വന്തം നട്ടലിലുള്ള പേരിലുള്ള ഐഡിയിലല്ല, അവൻ ഏതോ ഒരു ഐഡിയക്കകത്താണ് ഇട്ടിരിക്കുന്നത്. ഇത് ഒരു വീഡിയോ കണ്ടിട്ടോ ഒരു ഇച്ചിരി വൾഗർ ആയിട്ടുള്ള ഒരു വീഡിയോയുടെ താഴെ ഇട്ടിരിക്കുന്നത്. പിന്നെ അടുത്തിരിക്കുന്ന ഇവൾ മുസ്ലിം അല്ല, ഒന്നാന്തരം നിരീശ്വരവാദിയാണ്. അത് ഇട്ടിരിക്കുന്നത് സുബൈർ. ഈ പറയുന്ന ആള് നല്ല നിരീശ്വരവാദി അല്ലാത്ത ആള്, നല്ല ആളായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഇതിൽ പറഞ്ഞ സുബൈർ മുസ്ലിം ആണെന്ന് അയാളുടെ പേരിൽ വ്യക്തമാണ്. മേ ബി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഒറിജിനൽ അക്കൗണ്ട് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഈ സുബൈറിനെ ക്ലിയർലി പറയാൻ പറ്റും. സുബൈറിന്റെ ഫാമിലിയിൽ പല ആൾക്കാരുണ്ടാവാം. സുബൈർ എന്ന് പറയുന്ന വ്യക്തി തന്നെ, ഈ കമന്റ് ഇട്ട വ്യക്തി തന്നെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇങ്ങനെ വന്നൊരു കമന്റ് ഒരിക്കലും ഇടത്തില്ല. കാരണം എന്താ, അങ്ങനെയുള്ള ആൾക്കാർ ഈ പബ്ലിക് ഫിഗറിൽ വന്ന് പബ്ലിക്കായിട്ടൊന്നും വന്ന് തീർച്ചയായിട്ടും ആണ്. അതുമാതിരി തന്നെ ഇപ്പൊ ഞാൻ ഈ ഒരു ഡ്രസ് കോഡ് ഞാൻ എപ്പോഴും ഇപ്പോൾ ഷൂട്ടിലല്ലെങ്കിൽ എന്നെ ഇങ്ങനെ അല്ലാതെ, അല്ലെങ്കിൽ ഒരു പാൻറ്റും ടീഷർട്ടും ഇതിലല്ലാണ്ട് എന്നെ ആരും കാണത്തില്ല. എനിക്ക് ഏറ്റവും കംഫർട്ട് ഇതാണ്. ഇത് അവരുണ്ടായിരുന്നെങ്കിൽ എടുത്തിട്ടാൽ ഭയങ്കര കംഫർട്ടാണ് എനിക്ക് ഈ ഡ്രസ്സ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇച്ചിരി സൈസ് ഉണ്ട്, അപ്പോൾ ഇതിടുമ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കും, വണ്ണം അറിയാൻ പറ്റത്തില്ല അധികം. അങ്ങനെ ഒരു ക്വാളിറ്റി കൂടെ ഈ ഒരു കട്ടിങ്ങിന്, ഇങ്ങനത്തെ ഒരു കട്ടിങ്ങിന് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1 ഇയറിന് മേലെ ഈ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പർദ്ദ ഇട്ടിട്ട് നിൽക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഇവരെ വലിയ ഇതായിട്ട് വെക്കുന്നതെങ്കിൽ പർദ്ദ ഇട്ടിട്ട് ഒളിച്ച് കള്ളത്തരം ചെയ്യുന്ന എത്ര പേരുണ്ട്? അനീഷിന് പറയാൻ പറ്റുമോ? പർദ്ദയിട്ട് നിൽക്കുന്ന ഇസ്ലാമിൻ്റെ വഴിയിലൂടെ പോകുന്നവർ മാത്രമാണ് തലയിൽ തട്ടമായിട്ട് പർദ്ദയിട്ട് നിൽക്കുന്നവരെന്ന് അനീഷിന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റും. എണ്ണി ആൾക്കാരെ കാണിച്ചു തരാൻ പറ്റും. പക്ഷെ പറയുമ്പോൾ മിക്ക പേരും ഞാൻ ചിലപ്പോൾ ഇന്ന് മുഖത്തോട് മുഖം നോക്കി കണ്ടിട്ട് വന്നവരായിരിക്കാം. നമുക്ക് അവരെ നിങ്ങൾ ഇങ്ങനെ ഇന്ന ആളുടെ കൂടെ ഇന്നത് ചെയ്തില്ലേ, ചിലപ്പോൾ അത് മിക്കതും
പരസ്യമായ രഹസ്യങ്ങളായിരിക്കാം. അതെ. അപ്പോൾ ഞാൻ ഒരിക്കലും നമ്മുടെ ജാതിനെയോ, ഞാനൊരു ഇസ്ലാമായി ജനിച്ച് ഇസ്ലാമായി മരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആ കാസ്റ്റിന് മാക്സിമം റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വ്യക്തികളെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വ്യക്തികളെയും അല്ല, ഇതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നവരെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എന്താ പറയുക, ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതിലും വിലത്തനം പറയാൻ ആളുണ്ടായി. നമ്മളിപ്പോൾ മെയിനായിട്ട് ഞാനിപ്പം ആർഷയെടുത്ത് ഒരു കാര്യം പറയുമ്പോഴും, അല്ലെ ആർഷ എന്നോടിപ്പോൾ ഒരു കാര്യം പറയുകയാണ്, എടാ നമുക്ക് രണ്ടുപേരും കൂടെ ഈ പറഞ്ഞ ഡേറ്റിങ്ങിന് പോവാം. അതൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല, ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ പറഞ്ഞിട്ട് വന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ 2 ദിവസം ഇന്നലെ ഇന്നുമായിട്ട് ഭയങ്കരമായിട്ട് തരംഗമായിക്കൊണ്ടിരിക്കുക ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്. സിനിമ ഇൻഡസ്ട്രിയിലുള്ള മൊത്തം ആൾക്കാരുടെയും ഡീറ്റെയിലിംഗ് ആയിട്ട് 252ഓളം പേജ് ഉൾപ്പെടുന്ന ഒരു കുറ്റപത്രമോ അങ്ങനെ എന്തോ സംതിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വായിക്കാം. അത് വിവരാവകാശം കമ്മീഷന് അല്ല, വിവരാവകാശം നമുക്ക് വേണമെങ്കിൽ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ആർഷയെ പോലുള്ള ഒരാൾ, ഇപ്പോൾ നമ്മൾ സിനിമ ഇൻഡസ്ട്രിയെ കൂടുതൽ മോഹിക്കുന്ന ആളാണ്. അപ്പോൾ ഇവർ വന്ന റിപ്പോർട്ടിൽ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നില്ലേ ആൾക്കാരിലേക്ക്, മറ്റുള്ള ആൾക്കാരിലേക്ക്. കാര്യം ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടമ്മമാരൊക്കെ ചിന്തിക്കുന്ന മക്കളെ ഇനി ഈ ഇൻഡസ്ട്രിയിലേക്ക് വിടണോ വേണ്ട എന്നുള്ള ചിന്തകളൊക്കെ വരത്തില്ലേ? ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ആദ്യമേ ഞാൻ പറഞ്ഞൊരു ഒരു കാര്യം, നമ്മുടെ വിനയൻ സാറിൻ്റെ, ഇപ്പം ഞാൻ ഇവിടെ വന്നിരുന്നതിന് ശേഷം കണ്ടതാണ്, നമ്മുടെ ഡയറക്ടർ വിനയൻ സാറിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടായിരുന്നു. ഫേസ്ബുക്കിൽ കണ്ട ഒരു സാധനമാണ്. എന്താ, പുള്ളിക്കാരൻ സെറ്റിൽ ആ ഒരു മോശമായിട്ട് ബിഹേവ് ചെയ്ത ഒരാളിനെ കൊണ്ട് പരസ്യമായിട്ടോ എന്തോ മാപ്പ് പറയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആ മാപ്പ് പറയാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടല്ലോ, എന്താണ് ഇപ്പൊ ഈര എന്നിപ്പോ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ആ വ്യക്തി ഈ പുള്ളിക്കാരൻ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോ വിനയൻ സാറിന് പൊതുവെ ഇപ്പൊ പറയാൻ കാരണം നേരത്തെ നടന്ന സംഭവങ്ങൾ. അതായത് ഇപ്പൊ ഹേമ കമ്മീഷൻ വന്നതിന് ശേഷമാണ് അല്ല ഈ സംഭവം ഇപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇത് അത്യാവശ്യം പുറത്ത് അറിയുന്ന കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ട്, ഈ സംഭവത്തിനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഇത് രഹസ്യമായിട്ടുള്ളതൊന്നുമല്ല. ഇപ്പൊ സാർ ഒന്നുകൂടെ അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ കാരണം ആ വ്യക്തി തുറന്നു പറഞ്ഞതാണ്. ഇപ്പോൾ ഒരുപാട് പ്രശ്നം. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സാധനം സ്ക്രോൾ ചെയ്ത് പോയതാണ്. പക്ഷെ ഇതിൽ മിക്കത് നമുക്കെടുത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചൂണ്ടുന്നത് വലിയ വലിയ ആൾക്കാർ ആയിരിക്കും. ഒരു പ്രമുഖ നടൻ്റെ ഭാര്യ മകൾ ഇട്ടിരുന്നതാണ്. മകളെ എന്ന് വിളിച്ച ആള് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന്. എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? ഇപ്പോൾ ഒരു ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞു, ഒരാള് അഖിൽ മാരാർ ചേട്ടൻ പറഞ്ഞ ഉടനെ ബാക്കിയുള്ളവർ പറയാൻ വേണ്ടിയിട്ട് വന്നു. അതിനു മുമ്പ് എന്ത് പറഞ്ഞില്ല? പറയുമ്പോൾ പലരുടെ കയ്യിൽ വോയിസ് റെക്കോർഡ് ഉണ്ട്, സ്ക്രീൻഷോട്ട് ഉണ്ട്. എന്തുകൊണ്ട് കൊടുത്തില്ല? അന്ന് കൊടുക്കണം. ഇതിപ്പോ അല്ല, ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. അഖിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഇതിനകത്തുള്ള കണ്ടസ്റ്റന്റ് ഒക്കെ അഖിലിനെതിരെ നിന്നു. പക്ഷെ അത് അഖിൽ പറഞ്ഞത് തെളിവാണെന്നുള്ളത് കറക്റ്റ് ആണ്. അതിൽ പറയുന്നുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ പറഞ്ഞു അതിൽ പോകുന്ന എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്നാണോ, അപ്പൊ അങ്ങനെ പറയപ്പെടുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെ അല്ലാന്നും പുള്ളിക്കാരൻ ക്ലിയർ. ഇതിൽ കുറച്ച് ആൾക്കാരോട് എന്ന് പറഞ്ഞാൽ അത്രയും പബ്ലിക് ഫിഗർ അല്ലാത്ത കുറച്ചു പേരോടൊന്ന് പുള്ളിക്കാരൻ ക്ലിയർലി. ഞാൻ ചോദിക്കട്ടെ, ഹേമ കമ്മീഷനിൽ വന്നിരിക്കുന്നത് രാത്രി കാലഘട്ടങ്ങളിൽ നടന്മാരും സംവിധായകരും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സൊക്കെ വാതിലിൽ മുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് പീഡനത്തിന് ഇരയാവുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷൻ തോന്നുന്ന ഒരു കാര്യമാണ്. ഈ പറയുമ്പോൾ വലിയ പതിവ്രത ചമഞ്ഞിരുന്ന് സംസാരിക്കുമ്പോൾ ഈ ഒരു സാധനം കയ്യിലുണ്ട്, ഓർക്കണം. ഈ വാതിലിൽ മുട്ടുമ്പോൾ വളരെ 5 മിനിറ്റിനുള്ളിൽ ഫ്രണ്ടിൽ വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ ഇന്ന ലൊക്കേഷനിലുണ്ട്, ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നു എന്ന് പറയാം. അല്ല, അവരുടെ ചാൻസ് നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ അവർക്ക് നാണക്കേട് ഉണ്ടായാലോ എന്നുള്ളതാണ് അത് പറയുന്നത്. അതെ, അത് പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ്, ആൾക്കാർ ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ കതവിൽ മുട്ടാൻ പോകുന്നതും അല്ലെങ്കിൽ പീഡനം അല്ലെങ്കിൽ കൂടെ കിടന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അഭിനയിക്കാൻ പോയാൽ കൂടെ കിടന്നാൽ മാത്രമേ അവർക്ക് പരിഹാരം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ആണുങ്ങളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? മൊത്തത്തിൽ ആക്ഷേപിക്കുന്നത് മാത്രമല്ല, സിനിമ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആണുങ്ങൾ അത്രയും സ്ത്രീകളെ ബെഡ് ഷെയറിങ് ചെയ്തതിനു ശേഷം മാത്രം ചാൻസ് കൊടുക്കുന്നവരാണ്. അത് മാത്രമല്ല, എൻ്റെ മോളുടെ പ്രായം തൊട്ടുള്ള 10 വയസ്സായൊക്കെയുള്ള കുട്ടികൾ ഒരുപാട് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ ഈ പൊടി മക്കളെ തൊട്ട് ഈ പറഞ്ഞു വരുന്ന ഇപ്പൊ അതുപോലെ ബാലതാരങ്ങളായിട്ട് ഇപ്പോൾ 18-17 വയസ്സായ കുറച്ച് പെൺപിള്ളേരുണ്ട്. ഇത്തിരി സൈസൊക്കെ വെച്ച് വരുന്ന ടീനേജ് കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരും ഈ പറഞ്ഞു വരുന്ന അവർക്ക് ഭാവിയുണ്ട്.
അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എല്ലാ ലേഡീസിനെ മൊത്തത്തിൽ 5 വയസ്സ് തുടങ്ങി 50 വയസ്സ് വരെയുള്ള എല്ലാവരും ഈ ഇൻഡസ്ട്രിയിൽ സേഫ് അല്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനീഷ് എന്നെ ഒരു മൂവി ചെയ്യാനായിട്ട് വിളിച്ചു. ഓക്കെ, വിളിക്കുമ്പോൾ അനീഷ് ആദ്യം എനിക്കിപ്പോൾ ഒരു 1 മന്തിനുള്ളിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതാണ്. ചെന്നൈയിൽ ഒരു മൂവിയുടെ കാര്യത്തിന് വിളിച്ചിട്ട് എല്ലാം പറഞ്ഞ് ഈ മാസം 28-ാം തീയതി കയറാൻ പറഞ്ഞതാ. ഓഗസ്റ്റിൽ ഈ മാസം 28-ാം തീയതി ഞാനും എൻ്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ പോകാൻ നിന്നതാണ്. അപ്പോൾ 8 ദിവസം ഷൂട്ടുണ്ട്. അയാൾ അതുവരെ എന്നോട് അതിന് മുമ്പ് 2-3 ദിവസം സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ അങ്ങനെ വേറെ കാസ്റ്റിംഗ് കൗച്ച് അങ്ങനെ ഒന്നും എന്നെക്കൊണ്ട് പേടിക്കേണ്ട, ഞാൻ അങ്ങനത്തെ ഒരാളല്ല, എനിക്ക് ചിലവ് നടത്തണം, ട്രീറ്റ് വേണം. അപ്പം ഞാൻ ചോദിച്ചു എന്താ ട്രീറ്റാണ് വേണ്ട, എനിക്ക് ഭക്ഷണം എന്തെങ്കിലും മതി. ഞാൻ പിന്നെ ഭക്ഷണം ഇവിടുന്ന് വാങ്ങിത്തരാൻ കുഴപ്പമില്ല, ഇല്ല ചെന്നൈയിൽ നിന്ന് വാങ്ങി തന്നാൽ മതി. ഞാൻ പിന്നെ ശരി, അതിനെന്താ ഒരു പ്രശ്നമില്ല, ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഞങ്ങൾ ആരെങ്കിലും ഒരാളായിരുന്നു, എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഞാൻ പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളി അതെല്ലാം ഓക്കെ പറഞ്ഞിട്ട് ഈവനിങ് പോകണം, ഈവനിങ് ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യാണ്, 8 ദിവസമുള്ളതിൽ ഒരു 2 ദിവസമെങ്കിലും എൻ്റെ കൂടെ റൂമിൽ വരണം, ഞാനും സെയിം ലൊക്കേഷനിലായിരിക്കും ഉള്ളത്, എനിക്ക് 2 ദിവസം ബെഡ് ഷെയർ വേണം, കൂടെ കിടക്കണം. ബെഡ് ഷെയറിനും ഡീസെന്റ് ആയിട്ട് ബെഡ് ഷെയർ വേണം. അത് പണ്ടത്തെ ഇപ്പോഴത്തെ കൂടെ കിടക്കണം. ഇവിടെ ഉണ്ട്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എന്തായാലും അത് സ്ക്രീനിൽ കാണിക്കുന്നില്ല, അത് അതിൽ പുള്ളിക്കാരൻ്റെ ഫോട്ടോ സഹിതം സംഭവങ്ങളെല്ലാം കാണിക്കുന്നില്ല. നോക്കട്ടെ, ലവ് ചിഹ്നം ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇട്ടിട്ടില്ലല്ലോ. അല്ല പുള്ളിക്കാരൻ. അപ്പൊ ഞാൻ ലാസ്റ്റ് കൊടുത്ത റിപ്ലൈ എന്താണ്, ഞാൻ കാണിക്കുന്നില്ല ഈ മഹാനെ, വേണ്ട. ഞാൻ കാണുന്ന ഈ മഹാനെ, പക്ഷെ അങ്ങോട്ടേക്ക് കാണിക്കുന്നില്ല, ലോക്ക് ചെയ്തേക്കാം. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ ലാസ്റ്റ് അതിൽ കൊടുത്ത റിപ്ലൈ എന്തോന്നാണ്, സാർ എനിക്ക് സാറിൻ്റെ വർക്ക് വേണ്ട ചോദിക്കുന്നത്. അയാൾ പിന്നെ ഒരു മാന്യമായിട്ട്. എന്ത് മൂവിയായിരുന്നു? ഒരു തമിഴ് മൂവിയാണ് പറഞ്ഞത്. ചോദിച്ചത് മലയാളിയോ തമിഴിനോ? മലയാളിയാണ്. മലയാളിയാണ്. അതില് വോയിസ് കേൾപ്പിക്കാൻ ബുദ്ധിമുട്ട്. അത് എന്നിട്ട് എന്നോട് പറഞ്ഞ റോള് വളരെ നല്ല, നമ്മുടെ നസീർ ഉണ്ടല്ലോ ആക്ടർ, അത്യാവശ്യം പ്രായമുള്ള നമ്മുടെ തമിഴ് ആക്ടർ ഉണ്ട്, തമിഴ് തെലുങ്ക് ചെയ്യുന്ന പോലീസ് റോളൊക്കെ ചെയ്യുന്ന, ഇവിടെ ഇങ്ങനെ ഒരു വെട്ടുപോലത്തെ ഒരു ഇതുണ്ട്, ഒരു നസീർ എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട്. പുള്ളിക്കാരൻ്റെ വൈഫ് റോൾ എന്നാണ് പറഞ്ഞത്. ഒരു പുള്ളിക്കാരെ ഏജ്ഡാണ്, ഞാൻ പ്രായം കുറഞ്ഞ ഒരു ലേഡീനെ. അപ്പൊ ഇച്ചിരി കുഴപ്പം പിടിച്ചൊരു ലേഡി. അപ്പൊ എന്റെ ഫിസിക്ക് വെച്ചിട്ട് ഓക്കെയാണ്. അല്ല, നമ്മുടെ നാട്ടിൽ പൊതുവെ ഇച്ചിരി മുടിയും കളർ ചെയ്ത് ഇച്ചിരി ബോൾഡായിട്ട് സംസാരിക്കുകയും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ പറയുന്നത് കുഴപ്പം പിടിച്ചതെന്നാണ്. അതിന് ഞാൻ ആദ്യമൊക്കെ വിഷമിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. അങ്ങനെ പറയുമ്പോൾ വശപ്പശക്ക് ലുക്ക് എന്നൊക്കെ കേട്ടപ്പോൾ ആദ്യം എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പം എന്തിനു വിഷമിക്കുന്നത്, കാരണം കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂസ് ആയിരുന്നാലും ഷൂട്ടായിരുന്നാലും കൊണ്ട് എനിക്ക് ഒരു 80% ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം എന്നെ കൂടുതൽ പേര് അറിയുന്നുണ്ട് അതിലൂടെ. ഇപ്പോൾ 4 ദിവസം മുമ്പ് ഒരു സ്ത്രീ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീ തന്നെയാണ്, ഒരു സ്ത്രീ അന്ന് ഞാൻ സ്ത്രീ എന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ ഒരു ചേച്ചി എന്നേ പറയത്തുള്ളൂ. പുള്ളിക്കാരിക്ക് എന്നെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ വളരെ മോശം അഭിപ്രായമായിരുന്നു. അത് എൻ്റെ കുടുംബത്തിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞ അഭിപ്രായം വെച്ചിട്ടാണ്. അവള് എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരനെ ഞാനും തമ്മിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ടാണ്. എനിക്ക് ചില നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചിലത് നമുക്ക് ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ കുറച്ച് കാര്യങ്ങൾ, ഫാമിലി ഇഷ്യൂ കാര്യം, കുട്ടികളുണ്ട്, അതൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ട് ആ ചേച്ചി എന്നോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനിത് ലീഗലി മൂവ് ചെയ്യും, ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും റെക്കോർഡിങ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോഴായിരുന്നാലും വീട്ടിലുള്ള ടൈമിലായിരുന്നാലും പറയുന്നത് അത് അവൾ ഇച്ചിരി കുഴപ്പം, അവൾ വീട്ടിലൊന്നും കാണാനൊന്നുമില്ല, ഇച്ചിരി കുഴപ്പമാണ്, ഇത്തിരി സീനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഇപ്പം നമുക്ക് അതുവരെ നമുക്ക് കേസാക്കാൻ പറ്റുന്നതാണ് പ്രൂഫ് ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യും. എന്നിട്ട് ഞാൻ തന്നെ സ്വയം ആലോചിച്ചു, എന്തിന് പറഞ്ഞു തീരുമ്പോൾ അവന് സമാധാനമാവുന്ന ആയിക്കോട്ടെ. ഞാൻ ഉമ്മച്ചിയെ വിളിച്ചു, ഉമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, ആ പോട്ട്. അവരെ വിളിച്ച് ചോദിച്ചോ? ഞാൻ ഇന്ന് രാവിലെ ചോദിച്ചു. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരാൻ ക്ലിനിക്കിൽ കയറുന്ന ടൈമിൽ ഞാൻ പോകുന്ന റോഡ് സൈഡിൽ വെച്ചിട്ട് പുള്ളിക്കാരനെ ഞാൻ വിളിച്ച് അവിടെ നിർത്തി ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ആദ്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, രണ്ടാമത് ഞാൻ റെക്കോർഡിംഗ് കേൾപ്പിച്ചുതരാം, അത് മദ്യലഹരിയിൽ ഞാൻ ഒരു വ്യക്തിയോട് ഫോണിൽ പറഞ്ഞതല്ല,
മദ്യലഹരിയിൽ ഞാൻ പറഞ്ഞു സ്വയം പറഞ്ഞു പോയതാണ്, ഫോണിലല്ല എന്ന് പറഞ്ഞു. സ്വയം പറഞ്ഞ മദ്യം കുടിച്ച് സ്വയം ഇങ്ങനെ പറഞ്ഞു. അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ ആയിക്കോട്ടെ. അപ്പം എനിക്ക് വേറൊന്നും പറയാനില്ല, ഞാനൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു. അമ്മയാണ്, അല്ല ഇങ്ങനെ സ്ത്രീയാണ്, അമ്മയാണ്, അല്ല അമ്മയാണ് എന്ന് പറഞ്ഞാൽ വെരി ഫ്രാങ്ക് ഞാൻ പറയാം, അവൻ്റെ ഭാര്യയായിരുന്നു ഞാൻ, എൻ്റെ എക്സ് ഹസ്ബൻഡാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ പല ആൾക്കാരുടെ അടുത്തും പറയുന്നുണ്ട്. അത് കേട്ടപ്പം പുള്ളിയുടെ മക്കളല്ലേ ഇപ്പോൾ കൂടുതൽ ആണ്. അപ്പോൾ എനിക്കത് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമം തോന്നി. അത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. അപ്പം ഹസ്ബൻഡാണ് പറഞ്ഞുണ്ടാക്കിയത്, എക്സ് ഹസ്ബൻഡിനെ പറയാൻ പറ്റും. ഒരു കാലത്ത് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്നു. എന്നെ ഇങ്ങോട്ടും ഞാനെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് സ്മെല്ല് മാറാണ്ട് അത് കൊടുക്കണം, അടുത്ത് വെച്ച് കിടക്കണം. അങ്ങനെ നീ പോണെങ്കിൽ ആ ഉടുപ്പ് തന്നിട്ട് പോകണം, എനിക്ക് എൻ്റെ അടുത്ത് വെച്ച് കിടക്കാം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്നെ തലയെ കെട്ടി വെച്ചെന്ന് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ ഇന്റർവ്യൂ കാണുന്നവർക്ക് ആ ഏരിയക്കാർക്ക് അത്രയും അറിയാം എന്തുവാണ്. അവസാനം കുറച്ച് ഇഷ്യൂ വന്നിട്ട് കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞു നമ്മൾ. അങ്ങനെ പറയുമ്പോൾ ഈ പുള്ളിക്കാരൻ തന്നെയാണ് അയ്യോ അവളില്ലാണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞൊക്കെ നിന്നത്. പക്ഷെ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു സ്വയം ജയിക്കാൻ വേണ്ടി എന്തും പറയാം. അത് ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ബാക്ക് ടു നമ്മുടെ ഹേമ കമ്മീഷൻ്റെ ഒരു വാർത്തയിലേക്ക് വേറൊന്ന് പറയട്ടെ. ആ പുള്ളിക്കാരൻ്റെ അമ്മയും വാപ്പ ഇന്ന് രാവിലെ ഞാൻ അവരുടെ വീട്ടിൽ ഇന്നലെ നൈറ്റ് പോയി, ഒരു വീട് അടഞ്ഞു കിടക്കുവാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ട്രിവാൻഡ്രത്ത് ഷൂട്ടുള്ളത് കാരണം ഞാൻ അവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വാപ്പായാണ് അവർക്ക് ചായ ഇട്ട കൂട്ടത്തിൽ എനിക്കും ചായ ഇട്ട് വെച്ചിട്ട് എനിക്ക് സെപ്പറേറ്റ് മാറ്റി അടച്ചവിടെ വെച്ചിട്ടുണ്ട്. അതാണ് സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഫാമിലി എല്ലാം. ഈ പുള്ളിക്കാരൻ മാത്രം പുള്ളിക്കാരനെ എതിർത്ത് പറയുന്നു. പുള്ളിക്കാരൻ്റെ വാപ്പ, അമ്മ, ബാക്കി അടുത്തുള്ള റിലേറ്റീവ്സ് എല്ലാം, വാപ്പയുടെ ബന്ധുക്കളെല്ലാം ഈ സൈഡും അമ്മയുടെ ബന്ധുക്കളെല്ലാം ഈ സൈഡുമാണ് താമസിക്കുന്നത്. രണ്ടുപേരും അടുത്തടുത്ത് തന്നെ, ലവ് മാരേജ്. അതെ, തൊട്ടടുത്ത റോഡിന്റെ അപ്പുറം ഇപ്പുറം വീട്. ഈ ആൾക്കാർ തന്നെ എന്നോട് ഇപ്പോഴും മിണ്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് അല്ലേ ഇത് കഴിയുമ്പോൾ പറയാം ഇവളിങ്ങനെ നടക്കുന്നവളല്ലേ. പക്ഷേ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 3 വർഷം അല്ല ഇങ്ങനെ നടക്കുന്നതല്ലേ എന്ന് പറയുന്ന കണ്ടാലേ അറിയാം. അവള് കണ്ടില്ലേ മുടിയും കളർ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് ഇങ്ങനെ ഷൂട്ട് പറയുന്ന റീസൺ അതാണ്. ഞാൻ ചെയ്തത് ഒരു റൂമിൽ, ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാനൊരു റൂമിനുള്ളിൽ ഒളിച്ചിരുന്നല്ല ചെയ്തത്. പലരും റൂമിനുള്ളിൽ ഒളിച്ചിരുന്ന് ഈ 2 ശരീരങ്ങൾ മാത്രം ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ 3-4 ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വേറെ 2-3 കോവർക്കേഴ്സിൻ്റെ കൂടെ പെയറായിരുന്നാലും ചെയ്യുമ്പോൾ എൻ്റെ ഫാമിലി പെയർ ചെയ്യുന്ന ആളിൻ്റെ കൂടെ വന്ന ആൾക്കാർ ഇവരെല്ലാവരും അവിടെ നിൽക്കുവാണ്, ഇങ്ങനെ നിൽക്കുവാണ്. ആ കൂട്ടത്തിൽ ഈ പെയർ ചെയ്തിട്ടും ഞാൻ നേരെ നടന്നു പോകുന്ന എൻ്റെ ഫാമിലിയുടെ അടുത്ത്, എന്നിട്ട് അവരുമായിട്ട് ചെന്ന് ക്യാമറയിൽ സംഭവം സെറ്റായോ എന്ന് നോക്കുന്നുണ്ട്, ക്ലിയർ ആയോ എന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഇതുവരെയുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അല്ലെന്ന് ഒരു മനുഷ്യനും വാദിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. എനിക്കിപ്പോൾ എന്നെ വെള്ളം പൂശി കാണിക്കുന്നതല്ല എനിക്ക് എന്നെ വെള്ളം പൂശേണ്ട കാര്യമില്ല. കാരണം ഒരാളെങ്കിലും ഇപ്പോൾ അതേ ചേട്ടൻ നിൽക്കുന്നുണ്ട്, ഈ ചേട്ടനെ പോലെ എനിക്ക് ക്യാമറ പിടിച്ച ഒരുപാട് ചേട്ടന്മാരിൽ ഒരാൾ പറഞ്ഞു തന്നാൽ ഞാൻ വെല്ലുവിളിക്കണം, ഞാൻ ഇങ്ങനെ വെല്ലുവിളിക്കുന്നു. ഒരാൾ വന്ന് പറയണം. അടക്കം പറയണ്ട, ഉറക്കം പറഞ്ഞോ. അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഈ ഹേമ കമ്മീഷനിൽ ഇപ്പൊ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ കണ്ടല്ലോ, അതിനകത്ത് വന്നിരിക്കുന്ന എല്ലാം നെഗറ്റീവായിട്ടാണ്, സിനിമാക്കാർക്കെതിരെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഏത് സാറ്റലൈറ്റ് ചാനൽ എടുത്താലും എല്ലാവരും ബൈറ്റ്സ് എടുക്കാനാണ് ആൾക്കാർ ഓടുന്നത്. പക്ഷെ ആരും ബൈറ്റ്സ് കൊടുക്കാൻ മടിക്കുകയാണ്. ബൈറ്റ്സ് കൊടുക്കാൻ മടിക്കുകയല്ല, ബൈറ്റ്സ് കൊടുക്കുന്നവരെന്താ ചെയ്യുന്നത്, അത് അന്ന് ഇങ്ങനെ ചെയ്തു, ഇന്ന് ഇങ്ങനെ ചെയ്തു, പ്രമുഖ നടൻ്റെ മകൾ, പ്രമുഖ നടൻ്റെ സിസ്റ്റർ എന്നും പറഞ്ഞ് പറയാതെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രമുഖ നടി, അല്ലെങ്കിൽ ഈ നടൻ്റെ എന്താ അവര് പറയാത്തതിന് ഞാൻ പ്രമുഖ അവർക്ക് പേര് പറഞ്ഞൂടെ? അതെ, ഇവർക്ക് പേര് പറയും. അതുപോലെ ആരിപ്പം ആ പ്രൊഡ്യൂസർ ഫോർ എക്സാമ്പിൾ അനീഷ് ആയിരുന്നെങ്കിൽ എനിക്ക് പറയാം, എന്നോട് അനീഷ് ഇങ്ങനെ സംസാരിച്ചു എന്നെനിക്ക് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ കാണും. ഇപ്പൊ എല്ലാം വാട്സപ്പ് യുഗങ്ങളാണ്. അപ്പോൾ ഇപ്പൊ എനിക്ക് വാട്സപ്പിൽ ഒരു പാടും ഇല്ലാണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇതിൽ മിക്ക പേരും ചിലപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് അറ്റൻഡ് ചെയ്തവരായിരിക്കാം. ഇത് അറ്റൻഡ് ചെയ്തിട്ട് ഒരു 4 മൂവി കഴിഞ്ഞിട്ട്, ഇപ്പോൾ അതല്ലെങ്കിൽ തന്നെ നമുക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ നമുക്ക് പേയ്മെൻറ്റ് അത്യാവശ്യം വളരെ കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. തെലുങ്ക് തമിഴൊക്കെ വെച്ചിട്ട് നോക്കും. കാര്യം ഓഫറുകൾ വരുന്നതിൽ നമുക്കറിയാൻ പറ്റും വളരെ കുറവാണ് അല്ലേ? അങ്ങനെയാണ് എനിക്ക് എനിക്കറിയത്തില്ല, ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല അവിടെ. ഓക്കെ, കേട്ടറിവാണ്. ഓക്കെ, ആണെങ്കിലും അല്ലെങ്കിലും ഒരു 3 സിനിമ കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുവിധം ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാൽ ഞാൻ അപ്പോഴും ഞാൻ ഒരു 110% അല്ല പറയുന്നത്, ചില ആൾക്കാരുടെ, ചില നടിമാരുടെ, അല്ലെങ്കിൽ നടിമാരുടെ എന്ന് തന്നെ പറയാം, എടുത്ത് നോക്കുമ്പം അവരുടെ ബാങ്ക് ബാലൻസ്, അവരുടെ കയ്യിലുള്ള വണ്ടി ചിലപ്പോൾ 20-25 ലക്ഷത്തിൻ്റെ വണ്ടി ഒരു 3 പടം കഴിയുമ്പോൾ വരും. വീടിൻ്റെ വർക്ക്, പുതിയ വീടായിരിക്കാം, ചിലപ്പോൾ വീടിൻ്റെ സ്ട്രക്ചറെ ഫുള്ളാണ്. അതെ,
മലയാളത്തിലെ അപ്പൊ അല്ല ഇപ്പൊ ഇങ്ങോട്ട് ഈ നടിമാരിങ്ങനെ പറയുന്നില്ലേ, നടിമാരല്ല പറഞ്ഞത്, ഈ കമ്മീഷനാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നെങ്കിൽ ഒരു പെണ്ണ് പറയാണ്ട് ഒരിക്കലും റിപ്പോർട്ട് പോയില്ലല്ലോ. ആയിരിക്കാം, അല്ല വെറുതെ ഇപ്പൊ സ്വയമായിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ആ ഗ്രൂപ്പിന് വെറുതെ ഇരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ന്യൂസ് ഇറക്കി വിടാം അങ്ങനെ തോന്നൂലല്ലോ. ഒരു പെണ്ണെങ്കിലും പറയാണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം പുറത്തു വരില്ലല്ലോ. അപ്പോൾ ആ എല്ലാവർക്കുമായിട്ടൊരു കോമൺ മറുപടി ഞാൻ മീൻസ് അത് ശരിയാണോ അല്ലയോ എന്നതിന് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരു 3-4 സിനിമ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബാങ്ക് ബാലൻസ് ചേഞ്ച് ആവാം, ഇത് വണ്ടികൾ ചേഞ്ച് ആവാം, പിന്നെ ഈ സ്വിഫ്റ്റൊക്കെ വെറും കച്ചറയാണ്. പിന്നെ വളരെ അപൂർവം ആൾക്കാരുടെ മാത്രമേ ഒരു 10 ലക്ഷത്തിന്, അതെ ഞാൻ പറഞ്ഞ ഒരു 10 ലക്ഷത്തിന് താഴെയുള്ള വണ്ടികൾ മിക്കവരുടെ കയ്യിലും ഉണ്ടാവത്തില്ല. മൊത്തത്തിൽ അവർ യൂസ് ചെയ്യുന്ന ഇവൻ ചപ്പലാണെങ്കിൽ ഷൂ ആണെങ്കിൽ പോലും അത് ഒരു 5 രൂപയ്ക്ക് മേലെ റേറ്റ് ഉള്ളതായിരിക്കും. അതെ, എല്ലാം ബ്രാൻഡായിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ച് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തു, വാതിലിൽ മുട്ടി, ഒന്നും വേണ്ട. ഇപ്പോൾ ഒരു മൂവി ചെയ്യുമ്പോൾ ഇപ്പോൾ കാരവൺ ഉണ്ടാവും. കാരവൺ പോയിട്ടുണ്ടെങ്കിൽ കാരവൺ പബ്ലിക് റോഡ് സൈഡിൽ മറ്റേ ഒഴിഞ്ഞ മൂലയിലല്ലല്ലോ ഇടുന്നത്, പബ്ലിക്കായിട്ടായിരിക്കും വണ്ടി ഇടുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ കാണുന്നുണ്ടാവും. പിന്നെ കാരവണിൽ വെച്ച് പ്രൈവസിക്ക് വളരെ ചാൻസ് കുറവാണ്. പിന്നെ ഉണ്ടാവും, അറിയത്തില്ല ചേട്ടാ. എനിക്ക് തോന്നുന്നത് എന്തുണ്ടാവുമെന്ന് മീൻസ് ചാൻസ് ഉണ്ടാവാൻ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ പറഞ്ഞ ഈ കാസ്റ്റിംഗ് കൗച്ചിന് ചാൻസ്, കാസ്റ്റിംഗ് കൗച്ച് അതിനകത്ത് വെച്ച് ആരും നടത്തത്തില്ലല്ലോ. വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. കാസ്റ്റിംഗ് കൗച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പടത്തിന് വേണ്ടി വിളിക്കുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ബെഡ് ഷെയറിംഗ് അതാ ഞാൻ നമ്മളോട് പറയണ കാസ്റ്റിംഗ് കൗച്ചൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെന്റിനെ ഇപ്പൊ പറയണതാണ് കാസ്റ്റിംഗ് കൗച്ച്. ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ നമ്മുടെ കാസ്റ്റിംഗ് കോള് അതിനെയാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് ആക്കി പറയുന്നത് അല്ലേ. അപ്പൊ അതിനെ പണ്ട് ആദ്യം കാലത്ത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ് സിനിമാ ലോകത്ത് നിന്ന് പറയപ്പെടുന്നത് ഈ ഒരു സംഭവമാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു 100% ജെൻസും അല്ലെങ്കിൽ സിനിമയിലുള്ള ആണുങ്ങളും അഡ്ജസ്റ്റ്മെന്റ് ഇതാ എന്നുള്ള. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ പൃഥ്വിരാജ് സാറുണ്ട്, ഇപ്പോൾ ആടുജീവിതത്തിന് ഇപ്പോൾ അവാർഡ് വാങ്ങിച്ചു. പുള്ളിക്കാരൻ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണോ എല്ലാവരെയും മൂവിയിലേക്ക് എടുക്കുന്നത്? ഇത്രയും ഒരുപാട് നല്ല നല്ല ക്യാരക്ടറിനെ കൊണ്ടുവന്ന് അതെല്ലാം നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് ഇതുവരെ അനീഷ് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു അഭിപ്രായം രാജ് സാറിനെ കുറിച്ചിട്ട്, പൃഥ്വിരാജ് പ്രൊഡക്ഷനെ കുറിച്ചിട്ട്? ഞാൻ എനിക്ക് ഒരാളെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു ഗ്രൂപ്പിനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് മൂവി കമ്പനീസ് കൊണ്ട് ഇവരെല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടായിരിക്കില്ല എടുക്കുന്നത്. കാര്യം അങ്ങനെ എടുക്കുന്നെങ്കിൽ പിന്നെ നല്ല സിനിമകൾ വരില്ല അല്ലേ, ഒരിക്കലും വരില്ല. പിന്നെ അതുപോലെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മഞ്ജു വാര്യറൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നവരാണ്, ഇടയ്ക്ക് അവരുടെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം മാറി നിന്നു. എന്നിട്ട് പിന്നെയും അവരിപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നു. എന്താ അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടാണോ വന്നത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അതാ നാളെ എനിക്ക് ഇടി കിട്ടും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ പറയും, ഉദാഹരണം പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കാവ്യ മാധവൻ, മഞ്ജു വാര്യർ, നവ്യ നായർ, എല്ലാവരും, റീമ കല്ലിങ്കൽ, എല്ലാവരും. പിന്നെ അതുപോലെ കൊച്ചു പിള്ളേരെ ഞാൻ കാര്യം ചെറിയ മക്കളാണ്, ഞാൻ അവരെ ഒരിക്കലും പേരെടുത്ത് പറയത്തില്ല. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ നല്ല നടിമാരുണ്ട്, കുഞ്ഞായിട്ട് ഇപ്പോൾ വലുതായിട്ട് നിൽക്കുന്ന ആൾക്കാർ മിക്ക പേരും. ഇവരുടെ ഒന്നും പേരെടുത്ത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരെല്ലാവരും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ച സ്പോട്ടിൽ അവർക്ക് റിയാക്ട് ചെയ്യാം അല്ലേ. എനിക്ക് ആ ചാൻസ് വേണ്ട എന്ന് പറഞ്ഞവിടെ നിർത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവർ പറയണം എന്നെ ഇന്ന ആള് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കണം, അങ്ങനെ ചൂണ്ടിക്കാണി അതിന് ആള് ചിലപ്പോൾ അങ്ങ് വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. എന്ന് വെച്ചാൽ ഇങ്ങനെ കാണിക്കണമെന്നല്ല, അതിൻ്റെ പേരെടുത്ത് ഇന്ന ആള് ഇന്ന ലൊക്കേഷൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു, അതെ. ഇപ്പൊ കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഈ കംപ്ലൈന്റ് ചെയ്ത ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അവരെത്ര മൂവി ചെയ്തു എന്ന് നോക്കിയിട്ട്, അവരേത് ഹോട്ടലിൽ സ്റ്റേ ചെയ്തു എന്ന് നോക്കിയിട്ട്, ആ ഹോട്ടലിൽ എത്ര വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് നോക്കിയിട്ട്, ആ വിസിറ്റേഴ്സിൽ എത്ര പേര് ഈ റൂമിനുള്ളിൽ പോയി എന്ന് നോക്കിയാൽ കഴിയുന്ന സംഭവമേ ഉള്ളൂ. അപ്പോൾ ഈസിയാണ് മെത്തേഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ ഒരു എല്ലിങ് കഷ്ണം അവിടെ കിടന്ന് അതിൻ്റെ DNA എടുത്ത് അത് ആർക്കുള്ളതാണെന്ന് കണ്ടുപിടിക്കുന്ന ലോകമാണ് നമ്മുടെ കേരളത്തിൻ്റെത്. പക്ഷെ എന്നാൽ തന്നെയും ഒരാൾ പോയിട്ട് ഇതുവരെ കണ്ടുപിടിച്ചില്ല, അതും ഒരു സംഭവം തന്നെയാണ്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ആർഷയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നത് എന്തുകൊണ്ടാണ്? കാര്യം നമ്മളൊരു ഇന്റർവ്യൂ എടുത്തുള്ളൂ. ഇനിയിപ്പോൾ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ ആർഷയോടെ പോയെന്ന് പറയുമല്ലോ ആൾക്കാർ.
തീർച്ചയായിട്ടും ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ആർഷ കാണിക്കുമ്പോഴാണ് ഞാൻ ആ മെസ്സേജ് കണ്ടത്. എന്തായാലും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ കാസ്റ്റിംഗ് കൗച്ച് തിരക്കി പോകുന്ന ആൾക്കാരോട് ഒരു കാര്യം പറയാനുള്ളൂ. ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന സംഭവം ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇട്ടാൽ മാത്രം നിങ്ങൾ തിരക്കിയിട്ട് പോവുക. എന്നിട്ട് ലാസ്റ്റ് നിമിഷം പീഡനം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിന് പീഡനം എന്നൊന്നും പറയാൻ അതിൻ്റെ ഇടയിൽ പറ്റില്ല. പറയട്ടെ, ഈ മൂവിയിലും അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാടിൻ്റെ പോക്ക് ആ ഗതിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ജോലിയുടെ കാര്യമായിരുന്നാലും എന്ത് കാര്യത്തിന് ഈ പറഞ്ഞ കൗച്ചുണ്ട്, ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഈ ഫീൽഡിൽ മാത്രം അത് ഇപ്പം എന്നോടത് ചോദിക്കണമെങ്കിൽ, ഞാനതിന് സമ്മതിക്കണമെങ്കിൽ എൻ്റെ സൈഡിൽ നിന്നൊരു പോസിറ്റീവ് സൈഡ് അങ്ങോട്ട് കിട്ടണം. ഞാൻ അതിനുള്ള അവസരം കൊടുത്താൽ ഇപ്പം അനീഷ് ഇന്ന് വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല എന്ന് എനിക്കും അറിയാം, അനീഷിനും അറിയാം. അനീഷ് ചോദിക്കണമെങ്കിൽ ഞാൻ അനീഷിനൊരു ചാൻസ് തന്ന അനീഷ് ആണാണ്, ചോദിക്കുമില്ലേ? ഞാൻ ചോദിക്കത്തില്ല. അന്ത് നീ ചോദിക്കാത്ത അല്ല ഇതേ ഞാൻ പറയട്ടെ, ചൂണ്ട ഇട്ടാൽ ചൂണ്ട വലിച്ചോണ്ട് പോകണം, കൊത്തണം. കൊത്തിയാൽ മാത്രമേ ആൾക്കാർ ചോദിക്കുള്ളൂ. അതാണ് പറഞ്ഞത്. മൂവി ഫീൽഡിൽ മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരു ഷോപ്പിംഗ് മാൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-100 സ്റ്റാഫുകളെങ്കിലും ഉണ്ടാവും. എന്ത് സ്റ്റാഫ്? സെയിൽസ് ഗേൾ പെൺപിള്ളേരും ഉണ്ടാവും, ആൺപിള്ളേരും ഉണ്ടാവും. ഇതിൽ എത്ര പേര് കല്യാണം കഴിഞ്ഞവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ വെക്കുന്നവരുണ്ടാവും? അത് ഈ ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് കൗച്ച് പോലെ അല്ലേ? ഇതിനകത്ത് വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവർ തമ്മിൽ തെറ്റുമ്പോഴാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് മാറിയിട്ട് പീഡനമാക്കുന്നത്. മേ ബി ചാൻസ് കൊടുത്തു കാണില്ല, അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കാണിക്കാതിരിക്കുക, പച്ചയ്ക്ക് പറഞ്ഞാൽ. കാര്യം നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ തമ്മിൽ റൂം ഷെയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് അങ്ങനെ അങ്ങ് പോവുക. അത് മറ്റുള്ളവരിലേക്ക് ഇറക്കി കൊണ്ടുവന്നിട്ട് അത് വേറെ രീതിയിലേക്കാക്കി ബാക്കിയുള്ളവരുടെ തെറ്റിദ്ധരിപ്പിക്കുക. അതെ, എൻ്റെ ഫോണിൽ 186 ഇതുണ്ടാവും. അതെങ്ങനെയാണ് എടുക്കുന്നത്? സെറ്റിങ്സ് എടുത്തിട്ട് എന്താ എന്ത് ബ്ലോക്കാണോ? പ്രൈവസി എടുത്തിട്ട് ബ്ലോക്ക് ലിസ്റ്റ് എടുത്താൽ അറിയാം. ബ്ലോക്ക് ലിസ്റ്റ് 168 പേര് ബ്ലോക്ക് ലിസ്റ്റിലുണ്ട്. ഇത് 168 നോക്കിയാൽ മതി. ബ്ലോക്ക് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് 168 പേരാണ്. എന്തുകൊണ്ട് അന്ന് ഇതുപോലെ ബ്ലോക്ക് ലിസ്റ്റ് വെച്ചാൽ പോരായിരുന്നോ? ബ്ലോക്ക് ലിസ്റ്റ് ആണത്. ഹർഷയുടെ ബ്ലോക്ക് ലിസ്റ്റിൽ 168 പേര്. ഇതിനകത്ത് നിസാം പേര് പറയല്ലേ, കുറെ പേരുണ്ട് കേട്ടോ. ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏത് പോസ്റ്റ്മാൻ, അത് ചിലപ്പോൾ പെട്ടെന്ന് സേവ് ചെയ്തിടുന്ന അങ്ങനെ ആയിരിക്കും കേട്ടോ. പേരൊന്നും പുറത്ത് വന്ന് വെറുതെ അവരും എഴുത്തിലൂടെ സ്നേഹം പറയുന്ന ആളായിരിക്കും, അതുകൊണ്ടായിരിക്കും പോസ്റ്റ് വന്നിട്ടത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുടെ ഈ പറഞ്ഞ ഹേമ കമ്മീഷനോട്ട് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് ഇപ്പം ആർഷയ്ക്ക് പറയാനുള്ളത്? കാര്യം ഈ ഹേമ കമ്മീഷനിൽ ഇപ്പം ആർഷ ഉറച്ചിരിക്കുകയാണ്. അതിനകത്ത് ഈ വലിയ വീട് വാങ്ങിക്കുന്നതും കാറ് വാങ്ങിക്കുന്നതൊക്കെ അവര് കാസ്റ്റിംഗ് കൗച്ചിന് പോയിട്ടെന്നാണ് ആർഷ പറയുന്നത്. അങ്ങനെ തീർത്ത് അങ്ങനെയല്ല പറയുന്നത്. അത് തീർത്തും അങ്ങനെ എല്ലാ പേരും 2 സിനിമ കഴിഞ്ഞ ഉടനെ എന്ന് വെച്ചാൽ 2 റേറ്റാണ്. എൻ്റെ കൂടെ സംസാരിച്ചുള്ള 2 റേറ്റ്. അവർ പറയുന്ന ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം വന്നപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഒരു ഇതെന്താണെന്ന് പറയണം, ഇന്നതാണ് നിങ്ങളുടെ വേഷം, ഇത്ര ദിവസം ഷൂട്ട് ഉണ്ടാവും, അഡ്ജസ്റ്റ്മെൻ്റൊക്കെ റെഡി ആണെങ്കിൽ അതിൻ്റെ റേറ്റ് അത് സെപ്പറേറ്റ് അതുകൂടെ പറയാം. അപ്പോൾ അങ്ങനെ അതെ, അപ്പം ഞാൻ എല്ലാ നടിമാരും അല്ലെങ്കിൽ എല്ലാവരും കാസ്റ്റിംഗ് കൗച്ചിന് പോയി ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ഉണ്ടായി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രമുഖ നടിമാരിൽ മിക്ക പേരും ആദ്യമേ തന്നെ അവർ വരുമ്പോൾ തന്നെ അത്യാവശ്യം സെറ്റിൽ ആയിട്ടുള്ളവരാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നവ്യ നായരൊക്കെ വളരെ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്നതാണ്. അതൊരു എക്സാമ്പിൾ, ഒരാളിനെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എനിക്ക് എക്സാമ്പിൾ പറയുക ഇച്ചിരി കൂടുതലാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് അവരുടനെ കാസ്റ്റിംഗ് കൗച്ച് നടത്തി കാശുണ്ടാക്കി ഇങ്ങനെ കാശുകാരിയായതാണോ? ഒരിക്കലും അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിൽ ഈ പറയുന്ന എതിർത്ത് പറയുന്ന ആൾക്കാരിൽ ഒരു കൂട്ടം ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ ഒരു മാർക്കറ്റ് എടുത്താൽ നമ്മുടെ ഒരു ഫാമിലി, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം എടുത്താൽ അതിനുള്ളിൽ എത്ര ഭാഷാണങ്ങളുണ്ട്, എത്ര കുഴപ്പക്കാരുണ്ട്. അതേമാതിരിയാണ് ഇതും ഞാൻ പറയണത്. ആ കൂട്ടത്തിൽ ഉള്ള ആൾക്കാരിൽ ചിലരെ എടുത്തു നോക്കി മൊത്തത്തിൽ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ ഹേമ കമ്മീഷൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും നിന്ന് അവിടെ എവിടെയും കിടന്ന് അലയ്ക്കാൻ നിൽക്കുന്ന സമയത്തിന് പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും അറിയാം ഇപ്പോൾ ഇതിൽ എതിർത്ത് നിൽക്കുന്ന ലേഡീസ് ആരൊക്കെയാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് തന്നെ ഇവർ എത്ര സിനിമ ചെയ്തു, ആ സിനിമയിൽ അവർക്ക് കിട്ടിയ പ്രതിഫലം എന്താണ്, ഇവർ ഇതിനിടയിൽ എത്ര ഇൻ്റർവ്യൂ ചെയ്തു. ഇപ്പോൾ ഹണി റോസ് എത്രയോ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്ക് അതിൽ നിന്ന് പേയ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതേമാതിരി ഇനാഗ്രേഷൻ ചെയ്യുന്നുണ്ട്. അതിൽ അത്രയും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ആക്ട് ചെയ്തേക്കാൾ കൂടുതൽ ഇൻ്റർവ്യൂസ് ആണ്, ഇനാഗ്രേഷൻസ് ആണ് ചെയ്യുന്നത്. അതിൽ അത്രത്തോളം കാശും വാങ്ങുന്നുണ്ടാവും.
അപ്പോൾ അത് കാശ് വരുന്ന സോഴ്സ് നമുക്ക് ഉറപ്പാണ് എവിടെ നിന്നാണ് ആ കാശ് വരുന്നതെന്ന്. പക്ഷേ ഇതിൽ കാശ് വരുന്ന സോഴ്സ് അറിയാത്ത വേറെ എത്രയോ ആൾക്കാർ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. അവരൊക്കെ ആയിരിക്കും ഇപ്പോൾ അടിയിൽ കൂടെ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രശ്നം വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആരൊക്കെയാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് നോക്കുക, അവർ ചെയ്യുന്ന എത്ര സിനിമ ചെയ്തു എന്ന് നോക്കുക, അവർക്ക് ഇത് ആ സിനിമ ത്രൂ വേറെ എത്ര പ്രൊമോഷൻസ് കിട്ടിയെന്ന് നോക്കുക, അതിനുള്ളിൽ ഇവർക്ക് എത്ര മീൻസ് ഈ മൂവി റിലേറ്റ് ചെയ്ത് അവർക്ക് എത്ര പേയ്മെൻറ്റ് വന്നു അതൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവർ സ്റ്റേ ചെയ്ത ഹോട്ടൽ, അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അവർ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ എത്ര പേര് വിസിറ്റിന് വന്നു, അതിൽ എത്ര പേര് റൂമുക്കുള്ള പോയി, ഇതെല്ലാം ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ തീരുന്നതേ ഉള്ളൂ ഈ ഹേമ കമ്മീഷനല്ല. എനിക്ക് പറയാനുള്ള വെറുതെ ഹേമ കമ്മീഷൻ മറ്റേ വേറെ കമ്മീഷൻ എന്ന് പറഞ്ഞ് പോവാതെ സന്തോഷത്തോടെ ഇരുന്നപ്പോൾ രണ്ടുപേരും സുഖമായിട്ട് അനുഭവിച്ച് കിട്ടുന്ന കാശും വാങ്ങിച്ചു. വഴക്കിടുമ്പോൾ വെറുതെ വന്ന് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോവാതെ ആവശ്യമില്ലാത്ത പണി ആര് തീ തിന്നുന്നു? പെണ്ണുങ്ങൾ സുഖമായിട്ട് കാശും മാച്ചും മിണ്ടാണ്ട് വീട്ടിൽ ഇരിക്കുന്നു, ആണുങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടുന്നു. പോരാത്തതിന് നിഷ്കളങ്കരായ ഒരു തെറ്റും ചെയ്യാതെ ഫീൽഡിലേക്ക് വന്ന ഒരുപാട് നടിമാർക്കും ചോദ്യചിഹ്നമായിട്ട് നടിമാർ മാത്രമല്ല, നടന്മാർ എത്ര പേർ ചോദ്യചിഹ്നത്തിലേക്ക് പോകും. നടന്മാരും അതുപോലെ തന്നെ ഈ സംവിധായകരും പ്രൊഡക്ഷൻ കൺട്രോൾസും ഒക്കെ ഇനി എത്ര ചോദ്യചിഹ്നത്തിലേക്ക് പോകാൻ പോകുന്നു അല്ലേ? അപ്പൊ എന്തായാലും വരട്ടെ, നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ച നാളെ തൊട്ട് എനിക്ക് പൊങ്കാലയായിരിക്കും. കാണാം. അപ്പൊ നേരത്തെ പറഞ്ഞല്ലേ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ പോകും? റൂമില് ക്രിക്കറ്റ് അങ്ങനെ ആയിരിക്കും കമന്റുകൾ വരുന്നത്. ക്രിക്കറ്റ് കളിക്കാൻ പോയി, കളി കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ ആസിഡ് ഫീലും ചെയ്തിട്ടിരിക്കുവാണ്, മുഖത്ത് ഫീലും ചെയ്തിട്ടിരിക്കുക. എനിക്ക് വീട്ടിൽ പോയി ഇത് തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ വന്നത് ഈ ഒരു മാറ്റർ ആയതുകൊണ്ടും അനീഷ് വിളിച്ചു. അല്ല, അത് മാത്രമല്ല പുള്ളിക്കാരെ കുറിച്ച് നല്ല പൊങ്കാല അതിനകത്ത് വന്നു. എനിക്ക് അതൊന്നും എനിക്ക് ഒരാളെങ്കിലും കാണിച്ച് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഈ നേരത്തെ എടുത്ത ഇന്റർവ്യൂ എടുത്തപ്പോഴും അവരെല്ലാവരും ഉണ്ട്. അപ്പൊ അവരാണ് ഇനി എന്നെ കൊണ്ടുപോകുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പോയി, ഇവർ എത്ര മണിക്ക് പോയെന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോഴും അവരെല്ലാവരും ആ ബാക്കിൽ ഇരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കമൻറ്റ് പറയുന്ന ചേട്ടനോടും ചേട്ടത്തിമാരോടും ചേച്ചിമാരൊക്കെ ഉണ്ട്, ഇക്കാമാരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു പൊട്ടുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കുക ആർഷയുടെ. അപ്പം ആർഷ എന്താണെന്ന് മനസ്സിലാവും. ആർഷയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. കാണാൻ കുരു പൊട്ടിക്കുന്നവർക്ക് എന്താ പറയാനുള്ളത്? കുരു പൊട്ടിക്കുന്നത് എനിക്കൊന്നും പറയാനില്ല. പറഞ്ഞ് മീൻസ് എന്താ പറയുക, നിങ്ങൾ കമൻ്റ് ഇടുന്നതിലൂടെ നിങ്ങൾ തന്നെ സ്വയം കൊച്ചായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് വേറൊന്നും പറയാം. കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ കാണരുത്, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ കമന്റിലൂടെയാണ് ഇത്രയും ആ ഒരു വീഡിയോ വൈറൽ. ഞാൻ കുറച്ചുകൂടെ ഒന്ന് വൈറലായത് എന്നെ എത്രത്തോളം എനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു സൈഡിൽ ഞാൻ വിജയിച്ചുകൊണ്ടായിരിക്കുന്നത്. കാരണം എന്നെ അത്രയും പേര് ശ്രദ്ധിക്കുന്നു, എനിക്ക് അത്രയും ഫീഡ്ബാക്ക് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു നെഗറ്റീവ് കിട്ടുന്നില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും ഈ നെഗറ്റീവിലൂടെ ഞാനും കുറച്ച് പോസിറ്റീവായി. എല്ലായിടത്തും ചെല്ലുമ്പം ആ പെൺകുട്ടിയുടെ ഇന്റർവ്യൂ എടുത്ത ആളെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ സന്തോഷം. നമുക്ക് ആർഷ അവിടെ ഡാൻസ് കളിക്കാൻ റെഡിയാണ്. നമ്മളെ WDCയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, ഡാൻസ് ഫ്ലോറിലാണ്. വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് എൻ്റെ ആൻറ്റോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പം ഇതിനും ഞങ്ങൾ ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഉറപ്പാണ് നിങ്ങളെ കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.